ആ എങ്ങോട്ടാ എടുത്ത് ഇത്ര തിരക്ക് പിടിച്ച്? പള്ളിയിലോട്ടാ. ഈ നേരത്തോ? ആ എന്താ വിശേഷം വല്ലോണ്ടോ? ഞായറാഴ്ച പള്ളിയിൽ പോയാൻ ക്രിസ്ത്യാനിക്ക് എന്തിനാടാ വിശേഷം? അതിനിന്ന് ഞായറാഴ്ച അല്ലല്ലോ. അത് നിനക്ക്, എനിക്ക് ഇന്നാ ഞായറാഴ്ച. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി വാ അമ്മച്ചി, നമുക്ക് വീട്ടിലേക്ക് പോകാം. വിടടി, പള്ളിയിൽ പോയിട്ട് എത്ര നാളായെന്നറിയാമോ? എന്നോട് വന്നില്ല, എനിക്ക് തല്ലിട്ട് ഞാൻ പറഞ്ഞിട്ടാന്ന് പറയും. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. ആ അമ്മച്ചി വാ അമ്മച്ചി, എന്താ ഇത്? നീ മര്യാദക്ക് പോകുന്നുണ്ടോ? പൊന്നമ്മച്ചിയല്ലേ. ഞാൻ പള്ളിയിൽ പോയിട്ടേ വരത്തുള്ളൂ. ഏയ് എന്താ വഴി കിടന്നൊരു പിടിവലി? പള്ളിയിൽ പോവാൻ സമ്മതിക്കുന്നില്ല മോനെ. എന്റെ കൺമണി, അമ്മച്ചി പള്ളിയിൽ പോയിട്ട് വരട്ടെ, അതുവരെ നമുക്കിവിടെ സംസാരിക്കാന്നേ. വാ അമ്മച്ചി. മോനിങ്ങി വന്നേ, വാ. നിനക്ക് ഇവളെ ഇഷ്ടമാണല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോയ്ക്കുട്ടിയോട് പറഞ്ഞാൽ നടക്കത്തില്ല. നീ ഇവളെ അങ്ങ് എടുത്തോ. കർത്താവായ യേശുവിന്റെ തിരുനാമത്തിൽ ഇതാ ഞാൻ നിങ്ങളെ പരസ്പരം വരമേൽപ്പിക്കുന്നു. കർത്താവേ നിനക്ക് സ്തോത്രം. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും സ്തുതി. അമ്മച്ചി വന്നേ, ഞാൻ അറിയണ്ട. വന്നേക്ക, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. எதுக்கு நீ உயிரோட வச்சிருக்க? கொண்டு போக கூடாதா? இன்னைக்கு எனக்கு அவ்வளவு அடி கிடைச்சிருக்குன்னு தெரியுமா? நான் என்ன தப்பு பண்ணேன் சொல்லு. நீ ஒரு தப்பும் பண்ணல கண்மணி, எனக்கு தெரியும். யாம் இருக்கே பயமே. ஆறுது நான் தான் முருகன். ഓം ശരവണഭവ. എന്തിനാ ദൈവത്തിനോട് ഇങ്ങനെ പരാതി പറയുന്നത്? നീ വലിയ കുട്ടിയല്ലേ. ആരെങ്കിലും അനാവശ്യമായി തല്ലാനോ വഴക്കു പറയാനോ വന്നാൽ നല്ലതുപോലെ തിരിച്ചു പറയണം. തമിഴ്നാട്ടു പെണ്ണല്ലേ നീ. പെൺകൾ നാട്ടിൻ കൺകൾ തെരിയുമാ. നിമർന്ന നന്നടை നേർക്കൊണ്ട പാർവയും നിലത്തിൽ യാർക്കും മഞ്ചാത നെരികളും ஞான ശെരുക്കും ഇരുപ്പതാൽ ചെമ്മൈ മാതർ തിറം പൂവതില്ലയാം. ഭാരതിയാർ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് എന്തിനാ കൺമണിക്ക് അടി കിട്ടിയത്? അമ്മച്ചി പടി ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടില്ല. നീ മാത്രമല്ലല്ലോ ഇവിടെ. ഒരു പണിയും ചെയ്യാതെ തിന്ന് കൊഴുത്ത് നടക്കുന്ന ഒരു കുറെ എണ്ണം ഉണ്ടല്ലോ. അവർക്കാർക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്താടി ഇവിടെ കിട്ടിയതൊന്നും പോരെ നിനക്ക്? നിങ്ങൾക്ക് എന്ത് രസമാ? എന്താ ചെറുപ്പത്തിൽ അടി കിട്ടിയിട്ടില്ലല്ലേ? ഈ അടിക്കും പിച്ചും മാന്തിനൊക്കെ നല്ല വേദന ഉണ്ടാവും. അത് തിരിച്ചു കിട്ടിയാലേ മനസ്സിലാവൂ. എന്താ തിരിച്ചുതരാൻ വല്ല ഉദ്ദേശം? ഞാൻ എന്തിനാ തരുന്നേ? അങ്ങ് ചെല്ലുമ്പോ കർത്താവ് ചോദിച്ചോളും. കർത്താവിനോട് ഞാൻ പറഞ്ഞോളാം. തനിക്ക് എന്താ ഈ മുറ്റത്ത് കാര്യം? ഒന്നുമില്ല, ഞാൻ കുറച്ച് ഐസ് വാങ്ങിക്കാൻ വന്ന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പയ്യന്റെ കയ്യിൽ ചുറ്റിക കൊണ്ടു. ഇതേ ഐസ് ഫാക്ടറി ഒന്നും അല്ല. താൻ പോയേ. വെറുതെ അല്ല, സഭാവസ്ത്രം എഴുതതിന് മുമ്പ് ഊടിക്കളഞ്ഞിങ്ങി പോന്ന്. എന്താന്ന് വെച്ചാ ഉറക്കെ പറയടോ. കന്യാസ്ത്രീയാവൻ പോയിട്ടെ പകുതിക്ക് വെച്ച് നിർത്തിയേച്ചിങ്ങി പോകുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറയായിരുന്നു. മുരളി, ആ പ്ലാവിന്റെ തടി അങ്ങോട്ട് മാറ്റിയിട്ടെ. ഇതെന്താ അലക്ക് കട നടത്തുന്നോ? ഒരു കുന്ന് തുണിയുണ്ടല്ലോ. ഉനക്ക് തമിഴ് പിടിക്കുമാ മലയാളം പിടിക്കുമാ? സൊല്ലേ. രണ്ടുമാ? രണ്ട് ഭാഷയിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? കൺമണി, നീ എതുക്കാകെ ഇന്ത മാതിരി കാലത്ത് മുതൽ സായങ്കാലം വരെ കഠിനமான വേലകൾ കഷ്ടപ്പെട്ട് അതൊന്നും ശരിയാവില്ല. ഒന്നീ മലയാളം അല്ലേ തമിഴ്? ഏത് വേണം? തമിഴ് എന്നോട് തായ്മൊഴി. ഇപ്പം മലയാളം മാത്രമേ പറയാറുള്ളൂ. അതിന് സംസാരിക്കാൻ അവിടെ സമയം? ഫുൾ ടൈം പണിയല്ലേ? അല്ല, അവിടെ അടുക്കള ജോലിക്ക് നിൽക്കുന്ന ഒരു തള്ളയില്ലേ? അവരോട് ആരും ഒരു വിളച്ചിലും എടുക്കാറില്ലല്ലോ. നിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ കുതിര കയറ്റം. റോസച്ചേട്ടത്തിക്ക് സ്വന്തം വീടുണ്ട്, വീട്ടുകാരുണ്ട്. എനിക്കാരാ ഉള്ളത്? പട്ടിണി കിട്ടാലും അടിച്ചാലും ഒക്കെ സഹിക്കും. പട്ടിണി കിടോ? ചിലപ്പോ. നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വെക്കൂടെ? കൂലിപ്പണി എടുത്തെങ്കിലും ജീവിക്കാമല്ലോ. അവിടെ ആരെങ്കിലും ഒക്കെ ഇല്ലാതിരിക്കുവോ? ആരുമില്ല. നാട് തന്നെ എനിക്കിപ്പോ ഓർമ്മയില്ല. ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുക ഈ ജയിലിൽ കിടന്ന് മരിക്കാൻ. പോയ ജന്മത്തിൽ കുറെ കുറ്റം ചെയ്തിരിക്കും. അതിന്റെ സ്നേഹമായിട്ടൊരു വാക്കുപോലും ആരും പറയാറില്ല. ഒരിക്കൽ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ കത്തി പഴിപ്പിച്ച് കാലിൽ വെച്ച് പൊള്ളിച്ചു. ഇപ്പോഴുണ്ട് അതിന്റെ വേദന. അതെ, അയ്യോ, അതെ, കരയാതിരിക്കൂ. ഇനിയിപ്പം ഇതാരെങ്കിലും കണ്ട് കരയണ്ട കേട്ടോ. അല്ല, കരയാതെ.
തിരുപ്പൂരിൽ ബെന്യൻ കമ്പനി നടത്തുന്ന വൈദ്യ മാഷക്ക് ഓർമ്മയില്ലേ? വൈദ്യനാഥൻ ദീപാവലിക്ക് കുറേ സ്വീറ്റ്സും കൊണ്ട് അഡ്രസ്സും തപ്പിപ്പിടിച്ച് ഇവിടെ വന്ന വൈത്തി. ആ കറുത്ത പൊക്കമുള്ള ചെക്കൻ. അവന്റെ കമ്പനിയില് ദിവസക്കൂലിക്ക് കുറെ പെൺകുട്ടികൾ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കൺമണി അങ്ങോട്ട് വിട്ടാലോ ആരും അറിയാതെ? ഇവിടെ കിടന്നാൽ ഒന്നുകിൽ അവർ അതിനെ പണിയെടുപ്പിച്ച് കൊല്ലും, അല്ലെങ്കിൽ അവള് സൂയിസൈഡ് ചെയ്യും. കണ്ട കഷ്ടം തോന്നും മാഷെ. കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഈ ഭൂമിയിൽ. അവരെയൊക്കെ നമ്മൾ വിചാരിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇത് നമ്മുടെ കൺമുന്നിൽ കാണുകയല്ലേ. ഒരാളോട് സങ്കടം പറയാനില്ല, ഉള്ളു തുറന്നൊന്ന് കരയാൻ പറ്റില്ല മാഷെ, അതിനും കിട്ടുവാടി. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോണത്? നമുക്ക് നമ്മുടെ ജീവിതം അത്രേ വേണ്ടൂ. എന്നാലും മനുഷ്യത്വം എന്നൊന്നില്ലേ മാഷെ? ഇല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. ഒക്കെ തെറ്റാ, എനിക്ക് മനസ്സിലായി. പാവം കൊച്ചിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ മതി, ഇനി ആ പെണ്ണിനെ പറ്റി ഒരു അക്ഷരം നീ മിണ്ടരുത്. ഇല്ല, നിർത്തിയതേ. ഇനി അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല. ഇതാ കണ്ടോ. ഹലോ, അതെ, എന്താ ഗോപാലേട്ടാ, ഞാനത് മറക്കോ? നിങ്ങൾ മരെടുത്തോളൂ. ഇല്ലില്ല, ഇനി അധികം ദിവസം ഇവിടെ വേണ്ട. ഫസ്റ്റ് ഫ്ലോറിനുള്ളതൊക്കെ ഏകദേശം ആയി. ഇത് തീർന്ന നേരെ അങ്ങോട്ടാ. പിന്നെ പ്രേമേന്ദ്രൻ ഇല്ലാണ്ടിരിക്കോ? ഓക്കെ ഓക്കെ ഓക്കെ, വരുമ്പോ എല്ലാ പണിയും കൂടി ഒരുമിച്ചാവും. അയ്യോ, നിർത്ത്. ചിന്തേറിട്ട് തടി മൂന്ന് തേഞ്ഞു പോയല്ലോ. ചെയ്യുന്ന പണി പിന്നെ വെടുപ്പാക്കണ്ടേ? ആ ഇടത്തോളം വെടിപ്പൊക്കെ മതി. നീ ചെന്ന് ഇവനിപ്പോ എന്ത് പണിയാ കൊടുക്ക? ആ ജനലിന്റെ കമ്പി തുളച്ച അതിങ്ങോട്ട് തന്നെ. ചെല്ല്. കമ്പി തുളപ്പിക്കല്ലേ മണിയുണ്ട് ചേട്ടാ. പുള്ളിക്കാരൻ ഇന്നലെ തുളച്ച ജനലുകൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഒരൊറ്റ കമ്പി കയറുന്നില്ല. അതെ, ഈ കോളേജ് പ്രൊഫസർമാർ 1ാം ക്ലാസ് പഠിപ്പിക്കാൻ വിട്ട ചില അക്ഷരങ്ങളൊക്കെ തെറ്റിന്ന് വരും. ഉരു കണ്ടുണ്ടോ? ഉരുവിന്റെ ബേപ്പൂരിന്റെ കഥ ഇനി പറഞ്ഞ കുഞ്ഞുട്ടന്റെ കഴുത്തിന് ഞാൻ ഉള്ളിയാ കയറ്റും. ഈശ്വരനെ ഓർത്ത് കുഞ്ഞുട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക. വൈകുന്നേരം ആകുമ്പോ കൂലി ഞാൻ തന്നോളാം. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഇയാളെ പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരോടും പറയാൻ ഗുഡ് ബൈ. ആഹാ, തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കടാ. പിടി. ഈശ്വരാ. പ്രേമേട്ടാ, ഈ അമ്മയോടൊന്ന് പറയുന്ന എനിക്കിപ്പോ കല്യാണം ആലോചിക്കണ്ടെന്ന്. ഓരോരോ ചെറുക്കന്മാരെ മുന്നിൽ കൊണ്ട് നിർത്തി എന്റെ തൊലി ഉരിക്കുക. എന്തിനാ ചേച്ചി ഇവക്ക് ഇഷ്ടമില്ലാതെ വെറുതെ നിർബന്ധിക്കുന്നേ? അത് കൊള്ളാം. തന്തയോ പോയി. ഈ ഊരിട്ടുന്നതിനിടയിൽ എവിടെങ്കിലും ഉരുട്ടി വീണ് എന്റെ കാറ്റും കൂടെ അങ്ങ് പോയാ പിന്നെ ഇവക്ക് ആരാ ഉള്ളത്? ആ ബ്രോക്കർ കമ്മയുടെ കാശ് വേണം, പിന്നെ ഇവിടുത്തെ തീറ്റയും. അതിനോരോ കാരണം ഉണ്ടാക്കുക. ഇന്ന് ഒരുത്തനെ കൊണ്ടുവന്നിരുന്നു. സംസാരിക്കുന്ന എന്നോടാ, പക്ഷെ നോട്ടം അങ്ങോട്ടും ചുക്രക്കണ്ണനാ. ചൊക്രക്കണ്ണനായാലെന്താ? അയാള് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടർ. ഭാഗ്യം ഡ്രൈവർ ആവാത്തത്. എന്റെ ചേച്ചി, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാ പറയാറ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് ആരെയൊക്കെയാണെന്ന്. ഇവളുടെ തലയിലും കാണും കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ പേര്. തലേന്ന് വിളിച്ചടി. സമയം തെളിയാൻ പോവാണ് മോനെ. വാ പറയട്ടെ. അതെ, ആ പ്രിൻസ് ബേക്കറിക്കാരന്റെ മകളുടെ വീട് ചെറുതാ, എന്നാലും പണി എനിക്ക് കിട്ടും. പക്ഷെ പ്രേമം ഒന്നൊന്ന് കുറ്റിയടിക്കണം. അതും നാളെ കാലത്ത് 6:30. കുറ്റിയടിക്കലും പ്ലാൻ നോക്കലൊക്കെ ഞാൻ നിർത്തി. അതൊന്നും നമുക്ക് ശരിയാവില്ല. ഇത് ഞാൻ ഏറ്റതാ. എനിക്ക് ജീവനുണ്ട് ഈ പ്രേമനെ ഞാൻ കൊണ്ടുവരുമെന്ന്. ആ കറവില പണി പിടിച്ചേ. പണി പിടിച്ചാൽ മതിയോ? ചെയ്തു കൊടുക്കണ്ടേ? അക്കാര്യത്തിൽ പേടിക്കണ്ട. ബേപ്പൂർ ഞാൻ ആളെ കൊണ്ടുവരും. അളിയൻ മുമ്പിൽ എനിക്കൊന്ന് ഞെളി വെക്കണം. നിങ്ങൾ ആ കുട്ടപ്പനാശ്ശേരി ചെന്ന് വിളിക്കുക. അയാളാകുമ്പോ അതിനൊന്നും പറഞ്ഞിരിക്കുക. അയാളിന് മറ്റവർക്ക് അധികം വിശ്വാസം പോരാ. പാർട്ടിക്ക് പ്രേമം കുറ്റിയടിച്ചാൽ ഒരു തടസ്സമില്ലാതെ പണി തീരുന്ന ഒരു പറച്ചിലുണ്ട്. അതൊക്കെ വെറുതെ. അല്ല, അത് നോക്കണ്ട. ഇത് എന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ മുഴക്കോലും പഞ്ചാംഗവും ഒക്കെ പണി സ്ഥലത്തിരിക്കുക. പ്രേമം ചെന്ന് വണ്ടി കയറി എപ്പോ പോയെടുക്കാം. വേണ്ട, ഞാൻ കുളിച്ച് വല്ലതും കഴിച്ചിട്ട് പോയി എടുത്തോളാം. മതി. കാലത്ത് 6 മണിക്ക് കാർ എടുത്തും വണ്ടിയിൽ. ശരി.